മനുഷ്യന് ആത്മീയവും ശാരീരികവുമായ വളർച്ചയുണ്ടാകുന്ന ഏറ്റവും വലിയ അമൽ അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ മുകളിൽ ഒരു അമലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ശരീഅത്തിൽ പറയപ്പെട്ട സുന്നത്തായ നിസ്കാരങ്ങൾ, ഉദാഹരണം റവാത്തിബ് നിസ്കാരങ്ങൾ, അതൊക്കെ ഇത്തിബാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വംതിസാലൻ ബി അവാമിരി ശരീഅത്തിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടും പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് അനിവാര്യമാണ്. ഏത് നിസ്കാരത്തിനോടനുബന്ധിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ. മനസ്സിലാണ്ടോ പറഞ്ഞത്? പിന്നെ ഒരു മനുഷ്യനെ മഹാന്മാർ കൽപ്പിക്കുന്ന വിധത്തിലുള്ള ഖുർആനോട്ട്, അതും അനിവാര്യമായ സംഗതി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെ അറ്റമില്ലാതെ പെരുപ്പിക്കുക, ഒരു തഹദീദ് ഇല്ലാതെ. ഒരു ഉദാഹരണം, വിത്ർ നിസ്കാരത്തിന് ഒരു ഹദ് ഉണ്ട്. എന്താ വിത്ർ നിസ്കാരത്തിന്റെ ഹദ്? 11 റക്അത്ത്. ളുഹാ നിസ്കാരത്തിനും ഹദ് ഉണ്ട്. ഏറിയാൽ 8 റക്അത്ത്. മുസ്തഫ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത് 6 റക്അത്ത്. അതേ സമയത്ത് സ്വലാത്ത് എന്ന സംഗതിക്ക് ഹദ്ദില്ല, വഖ്തും ഇല്ല. നിസ്കാരം പറ്റാത്ത വഖ്തുണ്ട്, സ്വലാത്ത് പറ്റാത്ത ഒരു വഖ്തുമില്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റൂഹിന്റെ തറക്കയ. സ്വലാത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. സ്വലാത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയൂല. സ്വലാത്ത് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മഅരിഫത്ത് ലഭിക്കുന്നതിനനുസരിച്ച് സ്വലാത്തിന്റെ സിറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻവാറുകളായി, അൻവാറുൽ ഖുദ്സിയത്തായിട്ട് ഈ മനുഷ്യന്റെ ഖൽബിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. അപ്പോൾ ആ വെളിച്ചത്തിൽ അയാൾ വളരും. നിർബന്ധമായ ഔറാദുകൾക്ക് ശേഷം മനുഷ്യന് ആത്മീയമായ ഉയർച്ചയും ശാരീരികമായ ശുദ്ധീകരണവും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ സ്വലാത്താണ്. ഒന്നും കൂടി പറയാം. നിർബന്ധമായ ഔറാദുകൾക്ക് ശേഷം, നിർബന്ധമായ ഔറാദുകളിലും സ്വലാത്ത് അടങ്ങിയിട്ടുണ്ടാവും. അത് ഏത് ഖാദിരിയത്താണെങ്കിലും, റിഫായിയത്താണെങ്കിലും, ചിശ്തിയത്താണെങ്കിലും, സൂറവർദിയത്താണെങ്കിലും, എല്ലാത്തിലും, തിജാനിയത്താണെങ്കിലും ഒക്കെ അതിലെല്ലാം നിർബന്ധമായ ഔറാദുകളിലും സ്വലാത്ത് ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? സ്വലാത്ത് നിസ്കാരത്തിൽ പോലും ഉണ്ടല്ലോ. സ്വലാത്തില്ലാത്ത ഒരു അമലുണ്ടാവില്ല എന്തും. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലെ തെൽബിയത്താണ് ഹജ്ജിന്റെ ഷിആർ. അതുപോലും 3 തെൽബിയത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ സ്വലാത്ത് ചെല്ലണം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അള്ളാഹു തആല നിങ്ങൾക്കറിയാം, എന്നാൽ ഞങ്ങൾ ഉണർത്തുകയാണ്. ഇവിടെ 7.5 കോടി സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് പറയാണ്. അതുമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാണ്. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് വേറെയും ആളുകൾക്ക് ഉപകരിക്കുമല്ലോ. നിർബന്ധമായി എല്ലാ ഔറാദുകളിലും അമലുകളിലും സ്വലാത്ത് അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ വളരെ കൂടുതൽ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു അമലാണല്ലോ ബഹുമാനപ്പെട്ട മയ്യിത്ത് നിസ്കാരം. എന്തുകൊണ്ടെന്നാലും മയ്യിത്തിനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, ഒരാൾ മരിച്ചാൽ എത്രയും പെട്ടെന്ന് മറവിയ. എന്തുകൊണ്ട്? അയാൾ നല്ല ആളാണെങ്കിൽ അയാൾക്ക് എത്തിച്ചേരേണ്ട സൗഭാഗ്യത്തിന് എന്തിന് നിങ്ങൾ പിന്തിപ്പിക്കുന്നു? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അയാൾ മോശപ്പെട്ട ആളാണെങ്കിൽ ഒരു മോശപ്പെട്ട ചരക്ക് കൈവശം വെച്ച് നിങ്ങൾ എന്തിന് കൂടുതൽ നാശാവുന്നു? മനസ്സിലായില്ല? റസൂലുള്ളാഹി പറയുന്ന ഒരു സൈക്കോളജിയാ റസൂലുള്ളാഹി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മരിച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മറവിയാണ്. എന്തുകൊണ്ട്? അയാൾ നല്ലവനാണെങ്കിൽ അയാൾ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് എന്തിന് നിങ്ങൾ അയാളെ താമസിപ്പിക്കുന്നു? എത്രയും പെട്ടെന്ന് ആ സൗഭാഗ്യത്തിലെത്തലല്ലേ നല്ലത്? ഒന്ന്. ഇനി അയാൾ മോശപ്പെട്ടവനാണെങ്കിൽ, ഒരു മോശപ്പെട്ട ചരക്ക്, നേരത്തെ ഇവിടെ ഉസ്താദ് എല്ലുംവണ്ടിയെ പറ്റി പറഞ്ഞതുപോലെ, അയാൾ അള്ളാഹു അവസ്ഥയത്തോട് നമ്മളെ കാക്കട്ടെ, അള്ളാഹു അവസ്ഥയത്തോട് നമ്മളെ കാക്കട്ടെ, അള്ളാഹു അവസ്ഥയത്തോട് നമ്മളെ കാക്കട്ടെ. റബ്ബേ, അള്ളാഹു തആല നല്ലവരായി മരിച്ചുപോയി പൂങ്കാറ്റ് പോലെയുള്ള ഒരു റൂഹുമായി മലായിക്കത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെ റൂഹിന് തൗഫീഖ് തരട്ടെ. ഭൂമി മുതൽ ആകാശത്തിൻ്റെ അനാദിസമാവ് വരെയുള്ള മലക്കുകൾ ഇതാ അങ്ങോട്ട് കൊണ്ടുവരൂ, ഞാനെന്ന് ചുംബിക്കട്ടെ എന്ന് പറയുന്ന അർവാഹിൽ ഈ പാവപ്പെട്ട ദോഷികളായ നമ്മുടെ റൂഹിനെയും അള്ളാഹു തആല പുറത്തു തന്നിട്ട് അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ എന്താണെങ്കിലും ഹബീബായ നബി പറഞ്ഞു, ഇയാൾ മോശപ്പെട്ട ആളാണെങ്കിൽ ഈ മോശപ്പെട്ട ചരക്ക് കൈവശം വെച്ച് നിങ്ങൾ എന്തിനാ കൂടുതൽ നാശാവണ്? എന്താണെങ്കിലും ഒരാൾ മരിച്ചാൽ എത്രയും പെട്ടെന്ന് മറവിയലാണ് നല്ലതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരം, ഹളറായ മയ്യിത്ത് നിസ്കാരത്തിൽ വജ്ഹത്ത് പോലും ഇല്ല. ദുആഉൽ ഇഫ്തിതാഹ് എന്ന വജ്ഹത്തു ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലും ഇല്ലാത്ത നിസ്കാരമാണല്ലോ ബഹുമാനപ്പെട്ട മയ്യിത്ത് നിസ്കാരം. പക്ഷെ ആ മയ്യിത്ത് നിസ്കാരത്തിലും എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? സ്വലാത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സ്വലാത്ത് നിർബന്ധമായ ഔറാദുകളിലെല്ലാം ഉണ്ട്. അതേത് വിറുദുകളിലും ഉണ്ട്, ഏത് ത്വരീഖത്തിൻ്റെ വിറുദുകളിലും ഉണ്ട്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഷജറത്തുൻ നബിയിൽ മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഷജറത്തിനെ തൊടാനുള്ള ഒരു തൗഫീഖ് നമുക്കുണ്ടാകലാണ്. റസൂലുള്ളാഹിന്റെ ആ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കാൻ കഴിയലാണ്. അതാണ് ത്വരീഖത്ത്. അതാണ് ബഹുമാനപ്പെട്ട ഖാദിരിയത്ത്. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ഒരു ലോകത്ത് ഉള്ള കോടാനക്കോടി മുരീദന്മാരെ ആ മരത്തിൻ്റെ ചോട്ടിൽ നിർത്തുക ചെയ്തത്. അവിടെയും മരം ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസലു
കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. എല്ലാ തുരീഖത്തുകളും ഹബീബ റസൂലുള്ളാഹിന്റെ ആ ഷജറത്തു ത്വയ്യിബയുടെ ചുവട്ടിൽ നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം അതിനെല്ലാം ആ ഔറാദുകളിലൊക്കെ സ്വലാത്ത് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇനി പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞാൽ മനുഷ്യന് ആത്മീയവും ശാരീരികവുമായ വളർച്ചയുണ്ടാകുന്ന ഏറ്റവും വലിയ അമൽ അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ മുകളിൽ ഒരു അമലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ശരീഅത്തിൽ പറയപ്പെട്ട സുന്നത്തായ നിസ്കാരങ്ങൾ, ഉദാഹരണം റവാത്തിബ് നിസ്കാരങ്ങൾ, അതൊക്കെ ഇത്തിബാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വംതിസാലൻ ബി അവാമിരി ശരീഅ, ശരീഅത്തിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടും പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് അനിവാര്യമാണ്. ഏത് നിസ്കാരത്തിനോടനുബന്ധിച്ച സുന്നത്ത് നിസ്കാരങ്ങൾ. മനസ്സിലാണ്ടോ പറഞ്ഞത്? പിന്നെ ഒരു മനുഷ്യന് മഹാന്മാർ കൽപ്പിക്കുന്ന വിധത്തിലുള്ള ഖുർആനോട്ട്, അതും അനിവാര്യമായ സംഗതി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് അറ്റമില്ലാതെ പെരുപ്പിക്കുക, ഒരു തഹദീദ് ഇല്ലാതെ, ഒരു ഉദാഹരണം വിത്ർ നിസ്കാരത്തിന് ഒരു ഹദ് ഉണ്ട്. എന്താ വിത്ർ നിസ്കാരത്തിന്റെ ഹദ്? 11 റക്അത്ത്. ളുഹാ നിസ്കാരത്തിനും ഹദ് ഉണ്ട്, ഏറിയാൽ 8 റക്അത്ത്. മുസ്തഫ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടത് 6 റക്അത്ത്. മനസ്സിലായില്ല? ളുഹാ നിസ്കാരത്തിനുണ്ട് ഒരു ഹദ്, ഏറിയാൽ, ഏറെ ചെയ്താൽ എത്ര? 8 റക്അത്ത്. ഹബീബ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ളുഹാന്റെ അദദ് എത്രയായിരുന്നു? 6 റക്അത്ത്. ഇതുമല്ല റസൂലുള്ളാഹി കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുവാലബത്ത് ഉണ്ടായിരുന്നു എന്ന് ഹദീസുൽ ഷരീഫിലൊക്കെ കാണാം. അപ്പോൾ അതിനും ഒരു ഹദ് ഉണ്ട്. തറാബീന് ഹദ് ഉണ്ട്. എത്ര? 20 റക്അത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഖുർആനോത്തിനൊരു ഹദ് ഉണ്ട്. എന്താണ് ആ ഹദ്? മുഴുവനും ഓതാണെങ്കിൽ ഖത്മാവുക എന്നുള്ളതാണ്. 6000 ചില്ലാനത്തും അത് തീർന്നു. അതേ സമയത്ത് സ്വലാത്ത് എന്ന സംഗതിക്ക് ഹദ്ദില്ല, വഖ്തും ഇല്ല. നിസ്കാരം പറ്റാത്ത വഖ്തുണ്ട്, സ്വലാത്ത് പറ്റാത്ത ഒരു വഖ്തുമില്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റൂഹിന്റെ തറക്കയ. സ്വലാത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. സ്വലാത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയൂല. സ്വലാത്ത് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മഅരിഫത്ത് ലഭിക്കുന്നതിനനുസരിച്ച് സ്വലാത്തിന്റെ സിറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻവാറുകളായി, അൻവാറുൽ ഖുദ്സിയത്തായിട്ട് ഈ മനുഷ്യന്റെ ഖൽബിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. അപ്പോൾ ആ വെളിച്ചത്തിൽ അയാൾ വളരും. ഒരു നാടനും ഷെയ്ഖിനും ഖുതുബിനും എല്ലാം ഇഷ്തിറാക്കായ ഒരു അമലുണ്ടെങ്കിൽ അത് അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാടനും ഖുതുബിനും, ഖുതുബുൽ അഖ്താബ് ആണെങ്കിലും ലോക്കൽ തനി നാടനാണെങ്കിലും രണ്ടാക്കും വളർച്ച ഉണ്ടാക്കുന്ന സാധനമാണ് എന്ത്? സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അള്ളാഹുവിലേക്ക് ഒരു വാതിലേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫയിലേക്ക് ഒരു വാതിലേ ഉള്ളൂ, അത് അസ്സലാത്തു അലാ റസൂലില്ലാഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. രണ്ട് വാക്കും വളരെ ശ്രദ്ധിക്കുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്ത് ഏത് നബിയും റസൂലുള്ളാഹിലേക്കുള്ള വാതിലാ, റസൂലുള്ള അള്ളാഹിലേക്ക് വാതിലാ. ഒരു നബിയും ഡയറക്റ്റ് അള്ളാഹുവിലേക്ക് വാതിലല്ല, ഒരു നബിയും അല്ല. എല്ലാ നബിയും അബ്വാബുൻ മഫ്തൂഹത്തുൻ ഇലാ റസൂലില്ലാഹി വ ഇലാ അൻവാരിഹി സ്വല്ലല്ലാഹു അലൈഹി വ ഇലാ അസ്റാരിഹി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്കുള്ള വാതിലുകളാണ് ആര്? ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള മൊത്തം അമ്പിയാക്കന്മാരും വാതിലാണ്. ആരിലേക്കുള്ള വാതിലാണ്? റസൂലുള്ളാഹിലേക്കുള്ള വാതിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോ? റസൂലുള്ള ബാബുല്ലാഹിൽ വഹീദ്, അൽ ബാബുൽ മഫ്തൂഹു ഇലല്ലാഹ് വ ഇലാ റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട സ്വലാത്തുൽ ഫാത്തിഹ ആണല്ലോ പ്രധാനപ്പെട്ട സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ. എല്ലായിടത്തും മുഗ്ലഖാണ്, ഇവിടെ മാത്രം ഫാത്തിഹ ആണ്. അങ്ങനെയാണ് അർത്ഥമുണ്ട്. ഇനി അർത്ഥമുണ്ട്, ഇതൊരർത്ഥമാണ്. എവിടെ പോയാലും ആദം നബിയിലൂടെ ഒരാളാൻ പോവുകയാണെങ്കിൽ അവിടെ ഗേറ്റ് കിട്ടൂല. ആദം നബിക്കും അള്ളാഹുവിലേക്ക് കയറണമെങ്കിൽ ആരിലൂടെ വരണം? പറയും, ആരിലൂടെ? മുസ്തഫ നബിയിലൂടെ വരണം. യാതൊരു സംശയമില്ല. അതെന്താണ് അങ്ങനെ? അതൊരു രഹസ്യമാണ്. ആ രഹസ്യം തുറന്നു കിട്ടലാണ് ഖുത്ബാനിയത്തിന്റെ മഖാം. അത് നമ്മളെപ്പോഴത്തേക്ക് തുറന്ന് കിട്ടൂല. കിട്ടിയെന്ന് വാദിച്ചാൽ കള്ളനാണ്, അല്ലെങ്കിൽ ആരിഫാവും. ആരിഫ് എപ്പോഴും ആവും. വീട്ടിൽ നിന്ന് മാർക്കറ്റിലെത്തിയപ്പോൾ തന്നെ ആരിഫായ ആളുകളുണ്ട്. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ. ജയ്ഫാൽ ജോക്കി എന്ന മനുഷ്യൻ സെക്കൻഡ് കൊണ്ടാണ് ഖുത്ബാനിയത്തിന് മഖാം എത്തിച്ചത്. ഒരൊറ്റ നോട്ടം കൊണ്ട്. ആരുടെ നോട്ടം കൊണ്ട്? മഹാനായ ഖാജ പാപ്പയുടെ റളിയല്ലാഹു അൻഹു. അങ്ങനെയൊക്കെ അപ്പോൾ അല്ലാഹു തആല അവർക്ക് സിർ തുറന്നു കൊടുക്കും.
ഇനി അഖ്താബുകൾക്കിടയിൽ തന്നെ ദർജ ഉണ്ട്. എന്താ അഖ്താബുകൾക്കിടയിലുള്ള ദർജ? അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്കുള്ള അടക്കപ്പെട്ട വാതിലുകൾ തുറക്കുന്നതിനനുസരിച്ചാണ് ഖുതുബിന്റെ ദർജ വളരുക. ഖുതുബിന്റെ ദർജ വളരും. ബഹുമാനപ്പെട്ട മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേര് അൽ ഖുതുബുൽ മക്തൂം എന്നാണ്. മറക്കപ്പെട്ട ഖുതുബ് എന്നാണ്. ഒന്ന്, അവരുടെ സ്ഥാനം മറക്കപ്പെട്ടതാണ്. രണ്ട് മറ്റുള്ള പല ആളുകൾക്കും മറക്കപ്പെട്ടത് അവർക്ക് തുറക്കപ്പെട്ടതാണ്. ഏതായാലും അത് വേറൊരു കാര്യമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. തിരിച്ചു വരാൻ ഞാൻ പറഞ്ഞു. ഔലിയാക്കന്മാരുടെ ദറജ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവർക്ക് കൂടുതൽ അറിയിച്ചു കൊടുക്കുന്നതിന് അനുസരിച്ചാണ് അവരുടെ ദറജ വളരുക. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയൂല, റസൂലുള്ളാഹിനെ മനസ്സിലാക്കൽ തന്നെയാണ്. അള്ളാഹ് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പറയൂല. റസൂലുള്ളാഹിനെ മനസ്സിലാക്കൽ തന്നെയാണ്. ആരെ മനസ്സിലാക്കൽ? അള്ളാഹ് മനസ്സിലാക്കൽ. അല്ലാതെ അള്ളാഹിനെ മനസ്സിലാക്കിയ വിഡ്ഢിയാണ്, അത് പച്ചക്കളവാണ്, തെറ്റാണ്, നുണയാണ്. അള്ളാഹുവിനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ലോകത്ത് ബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ലോകത്ത് ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ ആ ആധ്യാത്മിക ചിന്തകളിൽ വലിയ വലിയ സ്ഥാനം നേടിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കണേ. അവൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ വിഷയം ചുരുക്കും. ആധ്യാത്മിക ചിന്തകളിൽ വലിയ സ്ഥാനം നേടിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പല മതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കാനൻ നാസു ഉമ്മത്തൻ വാഹിദ, അടിസ്ഥാനം സത്യമായ ഒന്നായിരിക്കും. പിന്നീട് മാറിയതാ. ഇപ്പൊ ചില മതങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആധ്യാത്മിക ചിന്തകളിൽ വലിയ വലിയ ആഴം കണ്ടെത്തിച്ച ആളുകൾ അതിലൊക്കെ കണ്ടെത്താൻ കഴിയും. പക്ഷെ അവരൊക്കെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, എന്താ ഇപ്പം അതിനൊരു ഉദാഹരണം പറയാ? കാലൊഴിഞ്ഞു വെച്ചു, പലക ഒഴിഞ്ഞു വെച്ചു, അതിൻ്റെ മേലുള്ള മകുട ഒഴിഞ്ഞു വെച്ചു, കസേര ഉണ്ടാക്കിയില്ല. എന്താ കാര്യം? മനസ്സിലായില്ല. ആധ്യാത്മികവാദികൾ ലോകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കൺഫ്യൂഷ്യസ്, സോക്രട്ടീസ്, ലാവോസ്, ഒരുപാട് ലോകത്തുണ്ടായിട്ടുണ്ട്. വലിയ വലിയ ആഴമുള്ള ചിന്തകളുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലതും. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച ആലോചിച്ചത്, 1.5 ആഴ്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പഠിച്ചോനെ ഇവരൊക്കെ എത്ര വലിയ പൊട്ടന്മാരാണ് എന്ന്. എന്തുകൊണ്ട്? അവർക്കിപ്പോൾ ഈ പണിയല്ലാതെ കൂട്ടണ പണിയിട്ടായാലും കൂട്ടാത്ത കാലത്തോളം ഉപകാരമില്ലല്ലോ. പറയും മനുഷ്യന്മാരെ, ഈ കാല് ഒഴിഞ്ഞു വെച്ചു, ഇതേ കസേരമൊക്കെ നോക്കി, ഇതിൻ്റെ കാല് ഒഴിഞ്ഞു വെച്ചു, പലക ചിപ്പിൽ കിട്ടും, അതും ഒഴിഞ്ഞു വെച്ചു, ചാരിപടിയായ ആ പലക അതും ഒഴിഞ്ഞു വെച്ചു, അതിൻ്റെ മകുടം നല്ല ഉഷാറാക്കിയിട്ട് അത് നല്ല മറ്റേ കടലാസൊക്കെ ഇട്ട് മെഴുകിട്ട് പുരട്ടി അതൊക്കെ ലെവലാക്കി ഉഷാറാക്കി വെച്ചു. എന്തായില്ല? കൂട്ടിയില്ല, ഷെൽഫായില്ല. ഇതാണ് ലാവോസിനാണെങ്കിലും സോക്രട്ടീസിനാണെങ്കിലും എല്ലാവർക്കും. അവരൊന്നും വിഡ്ഢികളോ ഒരു വിവരമില്ലാത്തവരൊന്നും ആരും വിചാരിക്കരുത്. ലാവോസൊക്കെ എന്ന് പറഞ്ഞാൽ ആഴമുള്ള ജ്ഞാനിയാണ്. ലാവോസിൻ്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ BC 2000-ലാണ്, അതായത് നമ്മുടെ 4000 കൊല്ലം മുമ്പാണ്. വലിയ ചിന്തകന്മാരാണ് അവരൊക്കെ, ആഴത്തിലുള്ള ചിന്തകൾ. ഇപ്പോൾ ലാവോസിൻ്റെ 4000 കൊല്ലം മുമ്പുള്ള ലാവോസിൻ്റെ പുസ്തകം ഇപ്പോൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരുന്നത് 4000 ബിഫോർ 4000 years. 4000 കൊല്ലം മുമ്പ് ലാവോസ് പറഞ്ഞു വെച്ച സത്യങ്ങളെ ഇപ്പോൾ പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഈ കാലത്തിനൊക്കെ ജയിച്ച അത്രയും വലിയ ചിന്തകന്മാരൊക്കെയാണ് അവർ. പക്ഷെ അവർക്കൊന്നും അതിനൊരു പൂർത്തീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇത് ഒഴിഞ്ഞു വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് എന്താക്കണ്ടേ? പറയും മനുഷ്യന്മാരെ, ഇത് കൂട്ടിയാലല്ലേ ഇത് കസേരയാവുള്ളൂ. അതിന് കൂട്ടണ അവർ കണ്ടെത്തിയില്ല. അവർ ഒറ്റക്ക് അള്ളാഹിനെ അന്വേഷിച്ചു പോയി, അവരൊക്കെ പരാജയപ്പെട്ടു. ഒറ്റക്ക് അള്ളാഹുവിനെ അന്വേഷിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായ നേട്ടമല്ല. ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലത് പൂർണ്ണമായ നേട്ടം ഉണ്ടായില്ല. അൽ ഇൻസാനുൽ കാമിൽ ഹബീബായ നബിയാണ്. അപ്പോൾ ഞാൻ വിഷയം ഒന്നുകൂടി പറയാം. അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ അറിയല. അപ്പൊ അള്ളാഹു തആല വാതിലെടുത്ത് തുറക്കും. ആ വാതിലെടുത്ത് തുറന്നാൽ നമ്മുടെ അളവിൽ നമുക്ക് അള്ളാഹിനെ അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ യഖീനിനെ എത്തിക്കും. പക്ഷെ ഒരൊറ്റ വാതിലുള്ളൂ. ആ വാതിൽ ആരാണ്? പറയും, മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. ഇതിൽ യാതൊരു സംശയം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ ഖുതുബിനാണെങ്കിലും അതിനാകട്ടെ നബിയെ അറിയുന്നതിന് പരിധിയില്ല.
നബിയെ അറിയുന്നതിന് പരിധിയില്ല. നബി ആരാണ്? അനൽ അവ്വലു വ അനൽ ആഖിറു. ആദ്യത്തെ ആളും ഞാൻ തന്നെയാണ്, അവസാനത്തെ ആളും ഞാൻ തന്നെയാണ് മുസ്തഫ നബി. അത് അള്ളയല്ലേ മൗലിയരൻ? അള്ളയാണെന്നുണ്ട്, നബിയാണെന്നുണ്ട്. അള്ള ഏതുപോലെ നബി ആവൂല. അതേ സമയത്ത് അവ്വൽ ആഖിർ എന്ന് നബിയെ പറ്റിയിട്ട് ഈ ഹദീസ് സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈനി എന്ന് പറഞ്ഞ് ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബ് എൻ്റെ കൈവശമുണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. അനൽ അവ്വലു വ അനൽ ആഖിറു. ആദ്യത്തെ ആളും ഞാൻ തന്നെയാണ്, അവസാനത്തെ ആളും ഞാൻ തന്നെയാണ് എന്ന് പറയില്ല അള്ളാഹിനെ പറ്റിയാണ്. അപ്പൊ അല്ലാഹു റസൂൽ ഒന്നാണോ? അല്ല. പക്ഷെ സൃഷ്ടികളിൽ ഒരു ആദ്യം എന്ന് പറയേണ്ട ഒരാളുണ്ടെങ്കിൽ അത് ഹബീബ നബിയാണ്. ഹബീബ നബി സൃഷ്ടി തന്നെയാണ്. പക്ഷെ അവ്വൽ എന്ന് പറയുന്ന സൃഷ്ടി ഉണ്ടെങ്കിൽ ഹബീബ നബിയാണ്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് എനിക്കോട്ട് അറിയൂല. ഈ അവ്വലിനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. നബിയുടെ പൊരുൾ അന്വേഷിച്ചു പോകിയ വലിയ ചിന്തകന്മാർ വരെ പരിഗ്രമിച്ച് പിന്മാറി. പിന്നെണ്ടോ നമ്മൾ നബിയുടെ പൊരുൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പൊരുൾ അന്വേഷിച്ചു പോയ വലിയ ചിന്തകന്മാർ വരെ പരിഭ്രമിച്ചു പോയി. അഷ്റഖയിലുണ്ടല്ലോ ഒരു വരി, അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും ഫീ മആനീകൽ അനാമു. അങ്ങയുടെ പൊരുളുകളിൽ സൃഷ്ടികൾ അന്വേഷിച്ച് പോയിട്ട് അവരിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് അവരുടെ പരിഭ്രമങ്ങളാണ്. അവർ പരിഭ്രമിച്ച് വെളിവാവുകയാണ് ചെയ്തത്. പരിഭ്രമമാണ് അവർ കൊണ്ടുവന്നത്. അതായത് അങ്ങയുടെ പൊരുൾ മനസ്സിലാക്കാൻ ലോകത്തെ വലിയ വലിയ മനുഷ്യന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിനാ അതൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു 4 മൗലായല്ലേ അവസാനിപ്പിക്കാം. നിങ്ങൾ ഉറങ്ങൂല. നിങ്ങൾ ആണുങ്ങൾ ഇരിക്കണ മാതിരി ഇരുന്നാൽ ആണെന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ താഴെ ഒരു മീശ ഉണ്ടാക്കാൻ നല്ല തന്നെ വായന. അതെങ്ങനെ ഒടിഞ്ഞു തൂങ്ങാതെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നത്. ഒരു ഇൽമിൻ്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ഇരുന്നാൽ അത് ഇബാദത്താണ്. ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തലബുൽ ഇൽമി സഅ ഖൈറും മിൻ ഖിയാമിൽ ലൈല. ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറ്, ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറ് 1 മണിക്കൂർ അറിവ് പഠിക്കുമ്പോൾ പഠിക്കണം. എനിക്ക് വേണം വിചാരിച്ച് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ഒറ്റ കാര്യങ്ങൾ ചിന്തിക്കുകയും ബഹുമാനപ്പെട്ട മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിലേക്ക് വരുന്നുണ്ട്. ആ സ്വഹാബത്തിൽ ആരടുത്തേക്ക് വരുന്നത്? ഒന്ന് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്, ഒന്ന് സയ്യിദ്ന അലിയുൽ മുർത്തള, ബാക്കി ആയിരക്കണക്കായ സ്വഹാബികൾ ഇവരടുത്തേക്ക് വരിക. ഇനി പറയേണ്ടല്ലോ, ഞാൻ അതിൻ്റെ മേലെ ആളുണ്ടോ? ഈ ഉമ്മത്തിൽ അത്രയും വലിയ മഹാന്മാരല്ലേ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. അള്ളാഹു അദിലായ മഹാന്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുകയും അവിടുത്തെ ഹക്ക് ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മളെ നീതിമാന്മാരായ ഭരണാധികാരികളെ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അലിയുൽ മുർത്തള റളിയല്ലാഹുവിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ദുനിയാവിലെ ആഖിറത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തി സിറാത്ത് പാലത്തിൽ അള്ളാഹു തആല അവരുടെയും അവരുടെ ഭാര്യയായ ഫാത്തിമത്ത് സഹ്റ ബീവിയുടെയും ബറക്കത്ത് കൊണ്ട് മുത്തറസുല്ലാന്റെ ആ കൂട്ടത്തിൽ തന്നെ സിറാത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി അതിൻ്റെ അപ്പുറമല്ലല്ലോ, അത്രയും വലിയ മഹാന്മാരല്ലേ. ഇവരടുത്തേക്ക് വരുന്നുണ്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിക്കാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ നബിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാൻ പറ്റും. കാരണം ഉവൈസ് റളിയല്ലാഹു അൻഹു താബിഇയാണ്, ആരല്ല? സ്വഹാബിയല്ല. ഇവർ സ്വഹാബിയാണെന്ന് മാത്രമല്ല, ഇവർ രണ്ടാളും മക്കികളും മുഹാജിറുകളുമാണ്. മക്കിയാണ്. ഉമർ ബിൻ ഖത്താബ് മക്കക്കാരനാ. നുബുവത്തിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിനെ പരിചയമുള്ള ആളാണ് ആര്? സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വലിയ അംഗം വെട്ടാൻ ഒരുങ്ങിയ ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ചെറുപ്പകാലം മുതലേ റസൂലുള്ളാഹിനെ കണ്ടു വളർന്ന ആളാണ് ആര്? ഉമർ. എല്ലാം അറിയാം. ഖദീജാബിന്റെ ഭർത്താവാണെന്നും ഖുവൈലിദിന്റെ മരുമാനാണെന്നും അബൂ താലിബിന്റെ വളർത്തുമോനാണെന്നും അബ്ദുല്ലാഹിന്റെ മോനാണെന്നും അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും വലിയ പേരക്കുട്ടിയാണെന്നും ഒക്കെ അറിയുന്ന ഖുറൈശികളിൽപ്പെട്ട എല്ലാം അറിയുന്ന വിഷയങ്ങൾ മർമ്മമായി അറിയുന്ന ആളല്ലേ ആര്? ഉമർ ഖത്താബ്. ഇനി അലിയുൽ മുർത്തള തങ്ങൾ എന്ന് പറ്റി പറയാണ്ടോ?
അന വഅലി മിൻ ഷജറത്തിൻ വാഹിദ വസായിറുൻ നാസി മിൻ ഷജറാത്തിൻ ഷത്താന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാനും അലിയും ഒരൊറ്റ മരത്തിൽ നിന്നാണ്, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ മരം. ഞാനും നബിയും ഞാനും അലിയും ഒറ്റ മരം. അന വഅലി മിൻ ഷജറത്തിൻ വാഹിദ. ഈ ഹരിയത്തിലൊക്കെ എത്ര സ്ഥലത്താണെന്ന് കയ്യും കണക്കില്ല, അത്രയും ഉണ്ട്. അതൊന്നും ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയൂല. നിഷേധിക്കുന്നവർക്ക് ഗുളിക കുടിക്കേണ്ടി വരും എന്നല്ലാതെ വേറെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ മെനക്കെട്ടിട്ട് പോക്കേണ്ട. അവർ നന്നാവൂല എന്ന് നേർച്ചയാക്കിയ കുറച്ച് മനുഷ്യന്മാരുണ്ട്, ഒരു നന്നാവൂല. അള്ളാഹു ആ അവസ്ഥയോടെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും വലിയ ആളുകളോട് ഉവൈസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? ഖാലനാ, അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫഖാലല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. വലാകിന്നകും സഹിബത്തുമൂഹു, നിങ്ങൾ നബിയോട് സഹവസിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ നബിയെ കണ്ട്. അതായത് നിങ്ങൾക്ക് നബിയെ കാണാൻ കഴിയൂല, പിന്നെ നമുക്ക് കഴിയോ? അപ്പോഴാണ് എനിക്ക് സിദ്ദീഖിന്റെ പൊരുൾ മനസ്സിലായത്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ തുറന്നു. അത് ആ അരിയത്ത് പഠിച്ചപ്പോൾ എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. എന്ത് വാതിലെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം എന്താണ്? അപ്പൊ പറയുന്ന മറുപടി അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നിങ്ങളെ നോക്കന്നെ നബിയേ, നിങ്ങളെങ്ങനെ നോക്കന്നെ നബിയേ. അപ്പം ഈ നോക്കാന്ന് പറഞ്ഞാൽ അതൊരു ഉൾക്കൊള്ളല. രണ്ടു തരം നോട്ടുണ്ട്. അത് ഭൗതിക ലോകത്തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തൊരു നോട്ടുണ്ട്, കെട്ടിക്കഴിഞ്ഞിട്ടൊരു നോട്ടമുണ്ട്. നോക്കാൻ പറ്റുന്ന കോലത്തിലാണെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്ന നേരത്തൊരു നോട്ടുണ്ട്. അതെന്താണ്? അതൊരു നോട്ടാണ്. അതിങ്ങനെ നോക്കിയാൽ ഓള് പറയും, ഓള് മെല്ലെ ഓൾ നല്ല കഴിച്ചിലായിട്ട് പറയും, ഊപ്പർക്ക് എന്തോ സുഖമല്ല. നേരെ മറിച്ച് ഇഷ്ടമുള്ള ഭാര്യയും ഭർത്താവും വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് സിറ്റ് ഔട്ടൊക്കെ ഇറങ്ങിയിരുന്നു. അല്ലെങ്കിൽ മേലെ ടെറസിൻ്റെ മേലെ കയറി, ലൈറ്റുമില്ല, രണ്ടാളും അങ്ങോട്ട് അടുത്തെടുത്തിരുന്ന് അവളെ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചോദിച്ച്, നിങ്ങൾക്ക് എന്നിട്ടാ മനുഷ്യ, നിങ്ങൾ എന്താ കാട്ടുന്നത്? ഞാൻ എന്നെ കാണുന്നെ. ചിലപ്പോൾ തിരിച്ചും പറയും. മൂപ്പരാകട്ടെ കാണാനൊരു കോലുണ്ടാവില്ല, ചിലപ്പോൾ കോലുണ്ടാവില്ല, പക്ഷെ ഓക്ക് കോലുണ്ടാവും. ചിലപ്പോൾ ഈ അരമണിക്കൂർ 3/4 മണിക്കൂർ ഇവിടെ മൂപ്പരെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഉത്തരവുകൾ. അതെന്താ? അത് നോക്കലല്ല, അതൊരു ഉൾക്കൊള്ളല. അത് ആ നോട്ടത്തിനൊരു പരിധിയില്ല. പെണ്ണ് കാണുന്ന നോട്ടത്തിന് പരിധിയുണ്ട്, പെണ്ണ് കെട്ടിയിട്ടുള്ള നോട്ടത്തിന് പറയും. മനസ്സിലായില്ലേ? അല്ലാഹു തആല സ്നേഹത്തോടു കൂടെ അണകളെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടത്തിന് പരിധിയില്ല. കണ്ണിൻ്റെ യമ വെട്ടണമെങ്കിൽ 70 കൊല്ലം കഴിയുന്നതാണ്. ഭാര്യ ഭർത്താവിന് ഭാര്യയും നോക്കുന്ന നേരത്ത് കണ്ണിന് യമ വെട്ടണമെങ്കിൽ 70 കൊല്ലം കഴിയുന്ന സ്വർഗത്തിൽ. മനസ്സിലായില്ല? ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദുലാലിൻ. എന്താണ് ശുഗുലും ഫാക്കിഹൂൻ? ഇതന്നെ, കണ്ണിൻ്റെ ഇമണ് വെട്ടൂല. മനസ്സിലായില്ല? ഓളെ ചൊറുക്ക് അവനും അവൻ്റെ ചൊറുക്ക് അവളും നോക്കി അങ്ങനെ ഇരിക്കും. കണ്ണിൻ്റെ ഇമ ഒന്ന് വെട്ടണമെങ്കിൽ പറയും 70 കൊല്ലം, ദുനിയാവിലെ 70 കൊല്ലം വേണ്ടി വരും കണ്ണിൻ്റെ ഇമ വെട്ടാൻ. അത്രയും ഇഷ്ടമായിരിക്കും. അപ്പൊ ഈ നോക്കുക എന്നുള്ള ഉൾക്കൊള്ളല. സ്നേഹിച്ചിട്ടുള്ള നോട്ടത്തിന് പരിധി ഉണ്ടാവില്ല, അവിടെ ഉൾക്കൊള്ളലിനും പരിധിയില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദുനിയാവിൽ ജീവിക്കാനുള്ള കൊതി ഹബീബ റസൂലുള്ളാഹിനെ നോക്കാനാ, അതിന് പരിധിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പരിധിയില്ലെങ്കിൽ നമുക്ക് പരിധി ഉണ്ടാകുമോ മനുഷ്യന്മാര്? പിന്നെ എങ്ങനെ നിങ്ങൾ അള്ളാഹിന്റെ അടുത്തേക്ക് എടുക്കും? ഗേറ്റ് കീപ്പർ കഴിഞ്ഞിട്ടല്ലേ കൊട്ടാരത്തിൽ കയറേണ്ടത്? ഗേറ്റ് കീപ്പർ തീരൂല. ഇവിടുത്തെ മഹത്വം ഗേറ്റ് കീപ്പറെ ഉൾക്കൊള്ളലാ. അവിടുത്തെ മഹത്വം ഗേറ്റ് കീപ്പർ കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ടിട്ട് രാജാവിനെ കാണിച്ചു തരില്ല. രാജാവിനെ ഇവിടുന്ന് കാണണമെന്ന് വിചാരിച്ച വിഡ്ഢിയ. ഇവിടെ കാണേണ്ടത് ഗേറ്റ് കീപ്പറേണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ വെറുതെ അങ്ങനെ ഷോക്കേസിൽ വെച്ച ബൊമ്മ തലാട്ടുമ്പോൾ തലാട്ടിയിട്ട് കാര്യമില്ല, തൻ്റെ ഉള്ളിൽ കയറ്റണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ പറഞ്ഞത്?
ഇവിടെ അതിരില്ല. ആരറിയാൻ പറയും മനുഷ്യൻ? ആരറിയാൻ? റസൂലുള്ളാഹിനെ അറിയാൻ ഇവിടെ പരിധിയില്ല, ഒരിക്കലും കഴിയൂല. ഫീ മആനികൽ അനാമു ഖദ് ബദത ഹൈരീന, എത്രയോ സ്ഥലത്തുണ്ട് ഇതിന് ഉപോത്മലകമായ വാക്കുകൾ റസൂലുള്ളാഹിനെ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം കാണലാണ്. ആരെ കാണൽ? റസൂലുള്ളാഹിനെ കാണൽ. ഈ റസൂലുള്ളാഹിനെ കാണലാണ് പിന്നീട് ആ ഭാഗത്തേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കണം. ആ റസൂലുള്ളാഹിനെ കാണലാണ് ഇവിടുത്തെ നിഹായത്ത്. അതിനപ്പുറത്തും സിദ്ദീഖിന് വരെയില്ല. അതുകൊണ്ടാണ് ഗുഹയിൽ തൊടമ്മക്ക് തലയും വെപ്പിച്ചിട്ട് കിടത്തിയിട്ട് എന്തായിരുന്നു സിദ്ദീഖിന് പണി? പറയും മനുഷ്യന്മാരെ, റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ട് കുലാബി കുടിച്ച് നടന്നിട്ട് കാര്യമല്ലല്ലോ, തിരിയണ്ടേ. എന്തായിരുന്നു സിദ്ദീഖിന് പണി? ഇതന്നെ കുട്ടി സിദ്ദീഖിന് പണി. നോക്ക്, കുത്തിരിക്കുക. ആരെ നോക്കുക? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഇതിനപ്പുറം ഭാഗ്യമല്ല. ഈ ദുനിയാവിൽ അള്ളാനെ കാണാൻ കഴിയില്ല, ഇവിടെ ഗേറ്റ് കീപ്പറെ കാണാനേ കഴിയുള്ളൂ. അത് തൊടമ്മൽ കടത്തിയിട്ട് നോക്കന്നെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് കണ്ണുനീര് വീണിട്ട് റസൂലുള്ള ഉണരുന്ന വനെ നോക്കി. കാലിളക്കിയില്ല, പാമ്പ് കടിച്ചിട്ട് കാലിളക്കിയില്ല. എന്തുകൊണ്ട്? ഈ നോട്ടവിടെ മുറിഞ്ഞു. ഇതാണ് സിദ്ദീഖിന്റെ ഈമാന്. ഇതിനപ്പുറത്തൊരു ഈമാനും ഇല്ല. ഇതറിഞ്ഞോനാണ് പിന്നെ നിസ്കാരത്തിന്റെ ലദ്ദത്ത്. നിസ്കാരം ഖിഫത്തുമായിരിക്കും, നമുക്ക് നിസ്കാരം വിഷമാ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു 1000 റക്അത്ത് നിസ്കരിച്ച ദിവസം എന്ന് പറഞ്ഞിട്ട് എത്ര ജാഹിലീങ്ങളാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കിയെന്നറിയാം നിങ്ങൾക്ക്. പിന്നെ ഞാനതിന് കൂടുതൽ പറഞ്ഞില്ല. എന്തുകൊണ്ട്? സുന്നികളും കളിയാക്കും. പിന്നെ അവർക്കും കൂടി ഈ മഹാന്മാരെ കുറിച്ചത്. കാരണം സുന്നി എന്ന് പറഞ്ഞ സാധനം തന്നെ നാട്ടിൽ ഇല്ലാതായിട്ടുണ്ട്. ഒക്കെ ഒരു വഹാബി സുന്നിയാണ്. അവർക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ അവരാണ് ആന്നറിയും, ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ വിളിക്കും. അവരെ തലേക്കത് കയറില്ല. ഇത് 1, 2, 10, 100, 1000 അല്ല, 1000 റക്അത്ത് ദിവസം നിസ്കരിക്കും. എന്തുകൊണ്ട് 1000 റക്അത്ത്? എന്നിട്ട് ചില ആളുകൾ കണക്കൂട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ അയച്ചു. ഈ വിഡ്ഢിയായ മൂല്യർ എന്താ ഈ പറയുന്നത്? ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം? 6 റക്അത്ത് നിസ്കരിക്കാൻ മാത്രം മിനിറ്റ് എവിടെ? പിന്നെ ഇയാൾക്ക് തിന്നണ്ടേ? പിന്നെ ഇയാൾക്ക് കക്കൂസ് പോണ്ടേ? ഉറങ്ങണ്ടേ? 1000 റക്അത്ത് ദിവസം നിസ്കരിച്ചിരുന്ന ലോകം കണ്ട മഹാന്മാര് ലോകത്തിൽ ലക്ഷക്കണക്കിനാണ്. അത് മാത്രം എന്നോട് വയലുള്ളവരെ പറഞ്ഞാൽ മരിക്കണവരെ വരെ പറ്റി വയലുള്ളവരെ എൻ്റെ കയ്യിൽ സഹായത്താണ്. ഇതൊന്നും ഞാൻ ഒരു ഫഖ്ർ പറയാന്ന് വിചാരിക്കരുത്. ഇതൊന്നും ഞാൻ വലിപ്പത്തരം പറയാന്ന് വിചാരിക്കരുത്. അത് അള്ളാഹു തന്ന തൗഫീഖ് എന്നത് വലിപ്പത്തരമാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പിടിച്ചാൽ. ഇതൊക്കെ അറിഞ്ഞു പറയാണ്. അവർ ചരിത്രമൊക്കെ അത്രയും വലുതാണ്. എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞു? അവരെവിടെയാണ് നിൽക്കുന്നത്? മുസ്തഫ റസൂലുള്ളാഹിന്റെ റൂയത്തിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാ ലദ്ദത്തിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു അത്തഹിയാത്തിൽ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നേരെ മുന്നിൽ ഹാളിറാവും. അതിൻ്റെ ലദ്ദത്തിന് അവർ നിസ്കരിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അവരെ ഏറ്റവും വലിയ ഭാഗ്യം അതിലാണ്. അവരെവിടെ എത്തും? ഗേറ്റ് കീപ്പർ അടുത്തെത്തും. അത്തഹിയാത്തെത്തുമ്പോഴത്തിന് അസ്സലാമു അലൈക. അതുകൊണ്ടാണല്ലോ അസ്സലാമു അലൈക് അസ്സലാമു അലൈക് എന്ന് പറയണമെങ്കിൽ എവിടെ എത്തണം? പറയും മനുഷ്യന്മാരെ, മുന്നിലെത്തണ്ടേ? ഇല്ലെങ്കിൽ അസ്സലാമു അലൈഹി എന്നല്ലേ പറയേണ്ടത്? അസ്സലാമു അലൈക എന്ന് പറയണമെങ്കിൽ എവിടെ എത്തണം? നിസ്കാരം എന്ന വാതിൽ കയറിയിട്ട് അവർ ആരടുത്തെത്തി? ഗേറ്റ് കീപ്പർ അടുത്ത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഗേറ്റ് കീപ്പറോട് അവർക്ക് പറഞ്ഞു എന്ത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. സലാം മടക്കി. ഒരു മഹാൻ നിസ്കരിച്ചപ്പോൾ അത്തഹിയാത്ത് നീട്ടി, പരിധി വിട്ടി നീട്ടി. മുഫാറക്കത്തിന് നിയത്ത് ചെയ്യേണ്ടിയിരുന്ന ഒരു മൗമൂമിങ്ങളായ ശിഷ്യന്മാർ വരെ വിചാരിച്ചു. വലിയ ആരിഫായ മഹാനാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. സലാം വീട്ടിയപ്പോൾ ശിഷ്യന്മാർ മുരീദന്മാർ ചോദിച്ചു, മഹാനവറുകളെ ബഹുമാനം അങ്ങ് വല്ലാതെ നീട്ടിയാലോ? അത്തഹിയാത്ത് നീട്ടി. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അത്തഹിയാത്ത് ഓതുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ജാവസ്തുഹാ ഇല്ലാ വഅന സമിഅതു മിൻ കലാമിൻ നബിയിൽ മുസ്തഫ വഅലൈക്കസ്സലാം. റൗളത്തു ശരീഫയിൽ നിന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കസ്സലാം എന്ന് എന്നോട് പറയുന്നത് കേട്ടിട്ടല്ലാതെ ഞാൻ അതിൻ്റെ അപ്പുറത്തെ കലിമത്തിലേക്ക് കയറാറില്ല. ഇല്ലാ ഹാദിഹി സ്വലാ, ഈ നിസ്കാരത്തിൽ ഒഴികെ. ഈ നിസ്കാരത്തിൽ ഞാൻ ധൃതി കാണിച്ചത് കൊണ്ടായിരിക്കാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പൂർണ്ണമായ സുന്നത്തെടുക്കാൻ വുളൂഇൽ കഴിഞ്ഞില്ല.
അപ്പോൾ എന്തായി? ഞാൻ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സലാം അടക്കിയില്ല. ഞാൻ ആ വാക്ക് ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പിന്നെയും പറഞ്ഞു, ഞാൻ പിന്നെയും പറഞ്ഞു. എന്ന് പറയാതെ ഇന്നും ഞാൻ വിട്ടുകടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത്തഹിയാത്ത് നീണ്ടുപോയത്. ഈ അത്തഹിയാത്തിന്റെ ലദ്ദത്തിനാണ് ഒരു നിസ്കരിക്കുന്നത്. അപ്പോൾ ഗേറ്റ് കീപ്പറിൽ എത്തി. ഗേറ്റ് കീപ്പർ മാന്യനാണെങ്കിൽ രാജാവിനെ കാണിച്ചു തരും. അത് മാന്യനാണല്ലോ, മാന്യൻ തന്നെയല്ലേ. ലോകത്തെ ഏറ്റവും വലിയ മാന്യനാണ് ആര്? ഫഇന്നഹു അക്രമു കരീം. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ മാന്യനാണ് ആര്? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം എന്താണ്? ഹബീബ റസൂലുള്ളാഹിനെ അറിയലാണ്.